വെൽക്കം ടു ക്രിയേറ്റ് മാക്രി ചാനൽ. അപ്പം നമ്മൾ ചെയ്യാൻ പോകണ ഇന്നെൻ്റെ അതായത് ഞാൻ കുറച്ച് നന്നായി വരയ്ക്കും കേട്ടോ. അപ്പം എൻ്റെ ആർട്ട് സപ്ലൈസ് ഒക്കെയാണ് ഞാൻ അന്ന് കാണിക്കാൻ പോകണം കേട്ടോ ഗൈസ്. അപ്പോൾ ആദ്യത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർക്കോൾ പൗഡറാണ് ഗൈസ്. ഇതാണ് ഈ ചാർക്കോൾ പൗഡർ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഈ ചില സ്ഥലങ്ങളിൽ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ എടുക്കും. ഇത് ഞാൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഗൈസ്. നമ്മുടെ ഈ ചാർക്കോൾ പൗഡർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ചാർക്കോൾ കംപ്രസ്ഡ് 6 വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഒരെണ്ണത്തിന് 25 രൂപയാണ് ഗൈസ്. അപ്പം ഞാൻ എത്രയോ 50 അല്ല ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടോ ഗൈസ്. അപ്പം അതിങ്ങനെ പൊടിച്ചുണ്ടാക്കിയതാണ്. അത് നമ്മൾ ഈ ചാർക്കോൾ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അത് നമ്മൾ ആർട്ട് കടയിൽ പോയി ചോദിച്ചാൽ കിട്ടും. പിന്നെ അതെ A3 ഷീറ്റാണ് കേട്ടോ. ഇത്ര വലിയ A3 ഷീറ്റ്. വീഡിയോയിൽ ഇപ്പോൾ ഇത് ചെറുതായിട്ടാണ്, പക്ഷെ ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ 55 രൂപയാണ് ഇത് വരണേ. ഇത് CS കാട്രിഡ്ജിൻ്റെ ഡ്രോയിങ് പേപ്പറാണ് കേട്ടോ ഗൈസ്. A3 നല്ല ക്വാളിറ്റി ഉള്ളതാണ്. GSM ഒക്കെ കുറേ 300-400 GSM ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇതെല്ലാ സാധനങ്ങളും ഞാൻ ക്രാഫ്റ്റ് സ്റ്റേഷനിലാണ് കേട്ടോ ഗൈസ് വാങ്ങിച്ചിട്ടുള്ള. ഇവിടെ എറണാകുളത്തുള്ള ക്രാഫ്റ്റ് സ്റ്റേഷനിലാണ് ഗൈസ്, ഭാരത് മാതേൻ്റെ ഓപ്പോസിറ്റുള്ള. അവിടെ നിന്നാണ് ഞാൻ എല്ലാ ആർട്ട് സപ്ലൈസും വാങ്ങാറുള്ളത്. അവിടെ നല്ലതാണ് കേട്ടോ ഗൈസ്. ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ആർട്ടിലൊക്കെ നല്ലോണം കിട്ടും. പിന്നെ ആർട്ടിൻ്റെ സാധനങ്ങളും. പിന്നെ ഇത് സാൻഡ് പേപ്പറാണ്. ഇത് ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറച്ച് ഒരു ഹാർഡ്വെയർ കടയുണ്ട്. അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ തന്നാ. ഇതിന് ഒരു 10-20 ഉള്ളൂ എന്തോ. പിന്നെ സിസേഴ്സാണ് ഗൈസ്. ആർട്ടും ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിന് ഉപയോഗം വരുന്നതാണ് ഈ സിസേഴ്സ്. അടുത്ത സാധനം നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കാട്ടോ ഗൈസ്. ഐസ്ക്രീമൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് ഇതാക്കൂലേ, അത് ഞാൻ പാക്കറ്റിൽ നിന്ന് മേടിച്ചതാട്ടോ. ഇത് ഞാൻ ക്രാഫ്റ്റ് സ്റ്റേഷൻ തന്നെ കേട്ടോ ഗൈസ് മേടിച്ചേ. ഓക്കെ, അപ്പോൾ അടുത്ത സാധനം എന്ന് പറയുന്നത് ഇതാണ്. എന്താ പറയുക, ഈ മാസ്കിംഗ് ടേപ്പില്ലേ, ഡ്രോയിങ്ങിന് ബോർഡറൊക്കെ വെച്ച് ഉണ്ടാക്കാനുള്ള മാസ്കിംഗ് ടേപ്പ് കേട്ടോ. ഇത് കണ്ടോ, മാസ്കിംഗ് ടേപ്പാണിത്. ഓക്കെ, അപ്പോൾ അടുത്ത സാധനം ആർട്ട് ഇറേസർ, അതായത് നീഡബിൾ ഇറേസറാണ് ഗൈസ്. ഇത് നല്ല സാധനം കേട്ടോ. നല്ലൊരു സാധനം തന്നെ ഇത് നല്ല, അതായത് നീഡബിൾ ഇറേസറൊക്കെ ഇത് നല്ലതാണ്. പിന്നെ കട്ടിംഗ് ബ്ലേഡാണ് ഗൈസ്, കട്ടിംഗ് ബ്ലേഡ്. അപ്പോൾ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ബുക്കാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക്. ഇത് രണ്ടാമത്തെ കേട്ടോ. ആദ്യത്തെ ഡ്രോയിങ് ബുക്ക് ഇതാണ് ഗൈസ്. തിരിഞ്ഞു ഗൈസ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ഡ്രോയിങ് ബുക്ക്. രണ്ടാമത്തെ ഡ്രോയിങ് കാണിച്ചല്ലോ. ഇത് ഗ്ലൂ ആട്ടോ ഗൈസ്, ഒരു ഗ്ലൂ. ഇത് പിന്നെ മെക്കാനിക്കൽ പെൻസിലാണ് വരുന്നത്. ഡ്രോയിങ്ങിനൊക്കെ നല്ലതാണ്. ഇതുണ്ടോ, ഇത് മെക്കാനിക്കൽ പെൻസിൽ. ഇതിൻ്റെ ലെഡിൻ്റെ സൈസ് വരുന്നത് 2mm ആണ് ഗൈസ്. ഇതുണ്ടോ, ഇത്ര നല്ല തിക്നെസ് ഉള്ളതാണ്. ഇത് ഡ്രോയിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ ഗൈസ്. നല്ലതാണ്, ഈ ഡ്രോയിങ്ങിനൊക്കെ ഉപയോഗിക്കാനുള്ളതാണ്. ഇത് നല്ലതാണ് കേട്ടോ ഗൈസ്. പിന്നെ ഒരു ബ്ലാക്ക് ജെൽ പെൻ, അനിമേ ക്യാരക്ടേഴ്സിന് വരയ്ക്കുമ്പോൾ ഔട്ട്ലൈൻ ചെയ്യാൻ ഉപയോഗിക്കണം ബ്ലാക്ക് ജെൽ പെൻ. പിന്നെ ഇത് ഷെയ്ഡിങ് പെൻസിൽസ് ആട്ടോ, ഡോംസിൻ്റെ. നല്ലതാണ്. അപ്പം ഞാനിത് ആദ്യമായിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ് ഗൈസ് ആദ്യം ഞാൻ കാണിച്ചു തരാൻ പോണേ. നോക്കട്ടെ, ഞാനിത് തുറന്നിട്ടില്ല. ഒരു എറേസറൊക്കെ ഉണ്ട് ഗൈസ് ഇതിൻ്റെ അത്. കണ്ട ഡോംസിൻ്റെ ഇതാണ് വരണത്. ഇങ്ങനത്തെ ഒരു സെറ്റാണ് ഇറേസർ. പിന്നെ ഷെയ്ഡിങ് പെൻസിൽസ്. ഇതിൽ HB ഉണ്ട്, 2B ഉണ്ട്, 4B ഉണ്ട്, 6B ഉണ്ട്, 8B ഉണ്ട്, 10B ഉണ്ട് ഗൈസ്. 6 ഷെയ്ഡ്സാണ് ഇത് വരണേ. അപ്പോൾ ഇത് ഏകദേശം നല്ല ക്വാളിറ്റിയാണെന്ന് പറഞ്ഞത്. കാരണം ഇതിന് മുമ്പ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് നല്ല ക്വാളിറ്റി തന്നെ കേട്ടോ ഗൈസ്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കളറിങ് പെൻസിൽസ് ഉണ്ട്. അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. ഇതൊക്കെ ഇതേപോലത്തെ ചെറിയ ഞാൻ ക്യൂബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതേപോലത്തെ ക്യൂബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെറുത്. ഇതിപ്പോൾ ബാഗിൻ്റെ അകത്ത് വെച്ചെല്ലാം ചളുങ്ങിപ്പോയി. ഇത് മറ്റേ ഞാൻ ഇൻഫിനിറ്റി ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷേ ഉണ്ടാക്കി എനിക്ക് കിട്ടിയ ദിവസം ഞാൻ മടി പിടിച്ച് ഉണ്ടാക്കാണ്ടിരുന്നു. പിന്നെ ഇത് എൻ്റെ അടുത്ത് കുറേ ഉണ്ട് ഗൈസ്. ഒരു കെട്ട് പോലെയാണ് ഗൈസ് ഇതുള്ളത്. കണ്ടോ,
ജമ്മോ എല്ലാം കൂടെ നിലത്തിയിട്ട് അടിപ്പോണ്. ജമ്മു ഇതെല്ലാം കൂടെ പോണുള്ള ഗൈസ്. ഇതേ ഇത്രയും ഉണ്ട് ഗൈസ്, ഇത്രയും കളർ പെൻസിൽസ് എൻ്റെ അടുത്ത് കുറേ ഉണ്ട്. ഇതിൽ അപ്സരേൻ്റെ ഉണ്ട്, ഡോംസിൻ്റെ ഉണ്ട്, എല്ലാത്തിനും നല്ല കളർ പെൻസിൽസ് ഇതൊക്കെ അപ്സരേൻ്റെയും ഡോംസിൻ്റെ ഒക്കെ. അപ്പോൾ എൻ്റെ ആർട്ട് സപ്ലൈസിൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ എല്ലാത്തിൻ്റെയും വില പറഞ്ഞു തരാം ഗൈസ്. വില ഇത് 45 രൂപയാണ് ഗൈസ് ഈ മാസ്കിംഗ് ടേപ്പിൻ്റെ വില. പിന്നെ ചാർക്കോൾ പൗഡർ ഇത് ഞാൻ കംപ്രസ്ഡ് ആണല്ലോ പറഞ്ഞത്. ഒരെണ്ണത്തിന് 25 രൂപയാണ് ഒരു ചാർക്കോൾ കംപ്രസ്ഡ് സ്റ്റിക്സിന്. പക്ഷേ ക്രാഫ്റ്റ് സ്റ്റേഷനിൽ ഇനി 20 ഉള്ളായിരുന്നു. പിന്നെ കട്ടിംഗ് ബ്ലേഡ് ഇത് ഗൈസ് 15 ഉള്ളൂ, നല്ല ക്വാളിറ്റിയാണ്. ഇതും ക്രാഫ്റ്റ് സ്റ്റേഷനിൽ തന്നെ മേടിച്ചത്. പിന്നെ അതെ ഇത് 2 ബുക്കില്ലേ, ഇത് ഞാൻ ക്രാഫ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ് ഗൈസ് മേടിച്ചത്. ഒരെണ്ണത്തിന് എത്രയാ? ഒരെണ്ണത്തിന് 75 ഉള്ളൂ ഗൈസ്, 75. പക്ഷെ എനിക്ക് അവിടെ നിന്ന് മേടിച്ചപ്പോൾ 65 ഉള്ളായിരുന്നു ഒരെണ്ണത്തിന്. ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം മേടിച്ചതാണ്, ഇതിക്കൊല്ലം മേടിച്ചത്. ഇതിലധികം ഡ്രോയിങ്സ് ഒന്നും ഇല്ല ഇതിൽ. പിന്നെ ഇത് A3 നല്ല സാധനം കേട്ടോ, നല്ല തിക്നെസ് ഒക്കെ ഉള്ള CS കാട്രിഡ്ജാണ്. CS കാട്രിഡ്ജിൻ്റെ ഡ്രോയിങ് പേപ്പർ 55 രൂപയുള്ളൂ. ഇത് A3 കുറേ പേജസ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്, ഇതിൽ കുറേ പേജസ്. പിന്നെ ഈ ഗ്ലൂ ഇതിന് 25 രൂപയുള്ളൂ. പിന്നെ നീഡബിൾ ഇറേസർ ഇത് 25 രൂപയാണ് ഗൈസ്, 25 രൂപയാണ് ഇതിന്. അത് നല്ല കേട്ടോ ചാർക്കോൾ ഡ്രോയിങ്ങിനൊക്കെ. പിന്നെ ഇത് ഈ മെക്കാനിക്കൽ പെൻസിൽ 2mm ആണിത്. നല്ല സാധനം കേട്ടോ ഗൈസ്, ഇത് നല്ല സാധനം. ഇത് ഡ്രോയിങ്ങിനൊക്കെ നല്ല സാധനം. ഇത് 25 രൂപയുള്ളൂ. ഇത് നിങ്ങൾ ഡ്രോയിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് എന്തായാലും വാങ്ങി നോക്കണം ഗൈസ്. ഇത് നല്ലൊരു സാധനം കേട്ടോ, ഇതെന്തായാലും നിങ്ങൾ വാങ്ങിച്ച് നോക്കണം. അപ്പം രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ അതെ ഇതാണ് ഗൈസ്. ഇത് ഒരു സെറ്റിൽ 6 പെൻസിൽസ് ഉണ്ട് ഗൈസ്, 6 പെൻസിൽ, പിന്നെ ഒരു എറൈസർ. പിന്നെ ഒരു എറൈസർ പൊളി സാധനം കേട്ടോ ഗൈസ്. ഇതിന് വരുന്ന രൂപ എന്ന് പറഞ്ഞാൽ 50 രൂപ മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ 100 സ്റ്റിക്സിൻ്റെ ഇതാണ്. ഞാനും ഇത് ക്രാഫ്റ്റ് സ്റ്റേഷനിൽ ഇത് H&C കേട്ടോ ഗൈസ് മേടിച്ച H&Cന്ന്. ഇതിന് 30 രൂപയുള്ളൂ കേട്ടോ, ഇതിന് ആകെ 30 രൂപയുള്ളൂ. രണ്ടാമത്തെ സാധനം ഈ ഗ്ലാസ് ജെൽ പെന്നാണ്, മറ്റേ ഞാൻ പറഞ്ഞ ഔട്ട്ലൈൻ വരയ്ക്കാൻ. ഇത് 10 രൂപയുള്ളൂ. പിന്നെ സിസേഴ്സ് 50 രൂപ ഗൈസ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ആർട്ട് സപ്ലൈസായി ഉള്ളത്. ഇത്രയും സാധനങ്ങളെ ഞാൻ ഇതുള്ളൂ. പിന്നെ ഇത്ര വരയ്ക്കാനുള്ളൂ. പിന്നെ ഇല്ല ഗൈസ്, ഞാനിത് ഈ ബുക്ക് ഇന്നലെ കേട്ടോ വരച്ചത്. അതിൽ ഞാൻ ഒരു സാധനം മാത്രമേ വരച്ചിട്ടുള്ളൂ, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ കീറി വെച്ച് ഇതേ ഞാൻ എൻ്റെ പട്ടി വരച്ചതാണ് ഗൈസ്. പട്ടി ഇരിക്കണതാണ് ഞാൻ വരച്ചത്. എൻ്റെ പട്ടി അതായത് അവിടെ ഇരിക്കണത് പോലെ ഞാൻ വരച്ചത്. പട്ടികൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ അവർ ചില സമയത്ത് ഇരിക്കും. അത് കുറേ നേരം ഇരുന്നതിന് ഇങ്ങനെ പുറം ഇങ്ങനെ ആയിപ്പോവും. അപ്പം ആ ഒരു ഫോട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വരച്ചതാട്ടോ എൻ്റെ പട്ടിക്കുട്ടിയുടെ. ഇപ്പം അവൻ്റെ പേര് സിംബ എന്നാണ് ഗൈസ്, 1 വയസ്സായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.